ചങ്ങായിമാരെ ഒരു അടിച്ച് പൊളി കിടുക്കാച്ച് വർക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതായത് റിനോവേഷൻ വർക്കിൻ്റെ മാസ്മരിക ലെവലിൽ നിന്നൊക്കെ പറയട്ടെ. ഞാൻ ഇപ്പോൾ നിൽക്കണത് കണ്ടില്ലേ, ഒരു അഫ്റ്റർ വീടിൻ്റെ ഫ്രണ്ടിലാണ്. വീടൊന്ന് മൊത്തം കാണിച്ചാൽ വെറൈറ്റിയാണ്. ഈ വീടിൻ്റെ ഉള്ളിൽ റൂം കുറവാണല്ലോ. അപ്പോൾ ക്ലൈൻറ്റ് പറയുകയാണ് ഈ ഫ്രണ്ടിലുള്ള സിറ്റ് ഔട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് റൂമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളത്. മൂപ്പര താല്പര്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ, അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇവിടുത്തെ സെറ്റപ്പ് മൊത്തം മാറി മറയും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇവിടുത്തെ ലെവൽ വയ്ക്കുക. ഫ്ലോറിൽ ടൈലൊന്നും ഇല്ല. കുടിലിക്കലിൻ്റെ സമയത്ത് സിമെൻറ്റ് റൗട്ട് കൊടുത്താണ്, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് അറിയോ, ഈ ഇട അടിക്കും ഫില്ലറിൻ്റെ ഇടയിൽ. അതേപോലെ ഇവിടെ അടിക്കാനുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചുമര് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കാണുന്നതാണ് മെയിൻ ഡോർ കണ്ടില്ലേ. അപ്പോൾ ഈ മെയിൻ ഡോറിൻ്റെ അടുത്തതാണ് ഇവിടെ നമുക്ക് പറകോള കാണാൻ പറ്റും. ഇത് മൊത്തം അടച്ചുകൊണ്ട് ഒറ്റ ചുമരാക്കും. ഇവിടെ ഇപ്പോൾ ഗ്യാപ്പ് അടിക്കും. അപ്പോൾ ആ പറകോള ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. ഓക്കെ, സെറ്റ്. പിന്നെ ഫ്രണ്ടിലൊരു ഫുൾ വാൾ വരും ഇവിടെ ക്ലോസ് ചെയ്ത് കണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒറ്റക്കള്ളി വിൻഡോ ഇവിടെ കൊടുക്കും. അതേപോലെ തന്നെ ഈ മെയിൻ ഡോർ എന്ത് ചെയ്യുന്ന അറിയാം, മെയിൻ ഡോർ കേട് വരുത്താത്ത കോലത്തിൽ ഊരിയെടുത്തിട്ട് അത് ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് ഇവിടെ ഫുൾ ക്ലോസ് ചെയ്യും. പിന്നെ ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഒരു പാസേജ് തുറക്കണം. അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മണ്ണിൻ്റെ കട്ടയാണ്. ഇപ്പം ഈ വീട് നമ്മളെ മഡ് ബ്ലോക്ക് ആട്ടോ. അപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സെറ്റപ്പൊക്കെ ഈ കട്ടമ്മല 6 ലെവലിലായിരിക്കും പഠിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യും. കുറച്ച് നേരം വൈകേണ്ടതാ. പാച്ചാണ്ട് സമയം നോക്കിയാ എന്താ 9:57. ഞാൻ കളി കാണാൻ കിടക്കണേ. നമുക്ക് ഇവിടെ നിന്നാണ് അളവ് വേണ്ടിയത്. അപ്പോൾ ഈ 10 സെൻറ്റ് വെക്കും ഇവിടെ. 1:17 മൊത്തം പറഞ്ഞത് ഇവിടുന്ന് പിടിക്കേ. അവിടുന്ന് പിടിക്കുമ്പം 1:17 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തും. അതിലൊരു 10 സെൻറ്റ് കുറച്ചിട്ട് 1:10 കൊടുക്കുക. മറ്റെന്താ പറയുക, ക്രോസ് ആയിട്ട് വരുന്നുണ്ട്. 1:10 കൊടുക്കും. അത് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യട്ടെ. ഉണ്ടോ 1:10 ഇവിടെ. ഇനി ഇതിന് കറക്റ്റ് എന്ത് ചെയ്യുക, വരയ്ക്കുക. പിന്നെ ചെറിയൊരു നൂലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല. എന്താ ഇപ്പം സെറ്റ്. തേപ്പ് എന്ന് മാത്രമല്ല, നമ്മൾ പോകുമ്പോഴത്തേനെ അതൊക്കെ അടിച്ചിട്ട് ലെവലാക്കും. എന്താ ഇതാണ് കറക്റ്റ് വരാം. ഇവിടെ ഇണ്ടിലുണ്ടാവും അകത്തുള്ള സാധനമൊക്കെ മാറ്റിയില്ലേ. ഇതാ ഇങ്ങനെയാണ് കെട്ടുക. ഇങ്ങനെയാണ് കെട്ടിയിട്ട് ഇവിടെ കെട്ടി ഇവിടെ കെട്ടി. എവിടെ നമ്മളെ കണ്ണാട ഇതാ എപ്പോഴും സേഫ്റ്റി സേഫ്റ്റി ഇതാ സേഫ്റ്റി. പിടിച്ചോ, ഇതാ പിടിക്കണേ. ഇതെന്താ എത്ര പൊടി വരാൻ കാരണം, മണ്ണിന്റെ കട്ടയിട്ടാ. കട്ടക്കേണി ഏകദേശം 1 സെന്റിയോളം കനത്തിലെ മണ്ണ് ഫ്ലോറിൽ ഇങ്ങനെ തങ്ങി കെടുക്കട്ടെ. വീടിന് ഉള്ളിലൊക്കെയാ റിനോവേഷൻ വർക്കിന് വേണ്ടിയിട്ട് ചുമര് വാതിൽ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്തിനു വേണ്ടി ചുമരുമ്പനും മിഷീൻ വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടാവും. ഫുള്ള് പെരൻ്റെ അവത്തൊക്കെ പൊടി വാറട്ടോ. കണ്ടോ മണ്ണിന്റെ കട്ട അവിടെ കാണാൻ പറ്റും. കുറച്ച് തേപ്പ് ഇവിടെ പൊളിച്ചിട്ടുണ്ട്. എന്താ അവിടെയൊക്കെ കറക്റ്റ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാ, നമുക്ക് ഓരോ കട്ടൻ്റെ ഊരിയെടുത്താൽ ഇവിടുത്തെ പാസേജ് ആയി. ഇപ്പോഴത്തെ അവസ്ഥയില് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ എന്ത് ടൈൽ ഒട്ടിക്കാൻ പറ്റും. കാരണം ഫ്ലോറിന് എയർ വന്നിട്ടില്ല. നമ്മളിപ്പോ ഈ ചുമരിട്ട് പൊളിക്കുമ്പോൾ കല്ല് വീണ് കഴിഞ്ഞാൽ ഇതിലൊക്കെ എയർ വരും. അപ്പൊ അതിന് വേണ്ടിട്ടോ ഇവിടെ പലക ഉണ്ടല്ലോ. 1 ഇതൊരു വെറൈറ്റി ആയിട്ട് സംഭവമാണ്. ആരും ഫ്രണ്ട് വാളല്ലേ ഇവിടെ കട്ടിങ്ങിനുണ്ട്. ഒരു 1.5 ഇഞ്ച് സ്റ്റെപ്പ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് ഈ സംഭവം മാത്രം. നമ്മളിപ്പോ ഇവിടെ കണ്ട പുറം സൈഡ് എല്ലാം ഒരൊറ്റ ചുമരുമരിക്കാണ്. അവിടെ കോല് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അവിടെ തേപ്പുകാരൻ മാത്രം നോക്കി കട്ടാൻ വെച്ചാൽ മതി. നേരെ മറിച്ച് ഈ വീടിനുള്ളിൽ എത്തുമ്പോൾ എന്താ ഉണ്ടാവണെന്ന് അറിയോ, ഈ കട്ട ഇവിടെ പുറത്തേക്ക് എത്തി ഉണ്ടോ, ഇത് ഇവിടെ പുറത്തേക്ക് എത്തി. അപ്പം ഇവിടെ ഈ കട്ട കുറച്ച് കുറച്ച് മുറിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ തേപ്പ് ഇങ്ങനെ ആക്കാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ആക്കാൻ പറ്റും. ഇതിലൊരു ഫുൾ കട്ട പോയി ചെയ്യും. അപ്പൊ ഏറ്റവും നല്ല പരിപാടി എന്താ അറിയോ, ഈ ഒരു പറകോളിന്റെ ഈ ഇടച്ചോമ തട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തേപ്പ് മുട്ടിക്കേണ്ട ആവശ്യം വരില്ല. ഒരൊറ്റ ജനാലെടുത്ത മാതിരി ഉണ്ടാവും. അതല്ലേ അങ്ങനെ കേട്ടോ. അപ്പൊ അടിച്ചുപൊളി. ഒന്ന് നോക്കി പിടിച്ചാ, ഒന്ന് നോക്കി പിടിച്ചാ. അത് 4 ഇഞ്ചിന് 2 കട്ട കാക്ക ഒട്ടിച്ച് വെച്ചിട്ടാ. ഞാൻ 8 ഇഞ്ചിന് കട്ട വിചാരിച്ചു. ഇവിടുത്തെ പറകോള ഫുള്ള് പൊളിച്ചുകാണ്ട് പഠിത്ത് അത് തെറ്റി. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചിട്ടാണെങ്കിൽ ഈ വാതിൽ ഊരിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാം. ഇവിടെ ഫുള്ളാണ് പടവ് ചെയ്യുക. പടവ് ചെയ്തിട്ട് ഈ ഉള്ളില് ചുമരുമാരി കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, പടവ് മുട്ടിക്കുക. എന്നിട്ട് അവിടുന്ന് വേണം നമ്മൾ ഈ പാസേജിന് ക്ലൈന്റിന് എത്രത്തോളം അളവ് വേണ്ടിച്ചാൽ അത് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു എൽ ഷേപ്പ് ചുമരിന്റെ പണി ഫുള്ള് കഴിഞ്ഞ് എന്നിട്ട് ഫ്രണ്ടിലേക്ക് പോകാല്ലേ. അപ്പൊ വാതിലെടുക്കല്ലോ. എന്നാലേ ആദ്യം വാതിലെടുക്കണ്ടേ.
ഏത് തേച്ച ചുമരിന്റെ ഇടയിലും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ തേപ്പുമ്മൽ ഗ്രിപ്പാക്കുകയും ചെയ്യണം. അതേപോലെ പടവിന്റെ ഇടയിൽ കമ്പിയും കയറ്റണം. ഇതേപോലെ പടവിന്റെ ഇടയിലുണ്ടല്ലോ കമ്പി അടിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ഉറപ്പ് വേറെ തന്നെ കേട്ടോ. ഒരു ഭാഗത്തേക്ക് 2 കമ്പി കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ഏറ്റമ്മിന്റെ കമ്പി ഒന്ന് വെടി വെച്ച് ഒന്ന് വെടി വെച്ച് ഈ അതാണ്ട് ചുമർക്ക് അടിച്ച് കയറ്റി സിമെന്റ് അങ്ങോട്ട് പരത്തിയാണ്ടല്ലോ വേറെ ലെവലാ. ഇത് സെറ്റ് കേട്ടോ. അതേപോലെ ഇവിടെ ഉണ്ടല്ലോ. ഇതിന്റെ മുകളിൽ സിമെന്റ് പരത്തിക്കാണ് അങ്ങനെ വെച്ച് പോയാൽ മതി. പുറം സൈഡിൽ തേപ്പ് കാണാൻ മാത്രം നോക്കിയാൽ മതി. തേപ്പ് ഉണ്ടായതുകൊണ്ട് ഓക്കെ. അതിന്റെ ബാക്കിലുള്ള കുറ്റക്കെട്ട ചളി എന്തിനാന്ന് അറിയാം, അളകൂല. സെറ്റാണോ? ഒന്നടിക്കാം, ഒന്ന് അങ്ങനെ ക്രോസ് ആയിക്കോട്ടെ കേട്ടോ. ഇനി അടി മാത്രം ഒന്നാക്കിയാ ഓക്കെ അല്ലേ? ഇനി അവിടെ നിന്ന് ഉന്തിയാൽ മതി. കോങ്കുത്താവല്ലേ അയ്യോ ഒന്നും കൂടെ പറ്റേ. എന്തിനാന്നറിയോ, നമുക്ക് നൂല് പിടിക്കാനും അവിടെ പട ചെയ്യാനുള്ളതല്ലേ. അപ്പൊ തൂക്കൊണ്ട് വെക്കാനൊക്കെ ഉണ്ടോ? കുറച്ച് ഒന്നുകൂടെ. ഓക്കെ ഓക്കെ വരെ മതി. ഇതേനി വാതിലിന്റെ പിന്നാമ്പുറം. നേരത്തെ കണ്ടത് മുന്നാമ്പുറം. കാരണല്ലേ ഇവിടെ ചെയ്യുന്ന സെറ്റപ്പ് കാണിച്ചു തരാം. ആ ചുമരിന്റെ മൂലയിലേക്ക് ഒരു ആണി അടിച്ച് കണ്ട് നൂല് കെട്ടിക്കാണ്. ആ നൂല് നേരെ അങ്ങോട്ട് വലിച്ചു കെട്ടി. ആ എന്തിനാ സംഭവം എന്നറിയോ? ഈ ചുമരിന്റെ മറി നോക്കാനാണ്. കാരണം ഇതിപ്പോ തേപ്പുള്ളതല്ലേ. ആ മറി കണ്ടോ ഇവിടെ തട്ടിലെ കുറച്ചപ്പോ നൂലവിടെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് ഇവിടെ കട്ട വെച്ചിട്ടുണ്ട്. ഇതാണല്ലോ നമ്മുടെ മൂല. അപ്പൊ ഈ ചുമരുമ്പിൽ തേപ്പുള്ള സ്ഥിതിക്ക് ഇവിടെ തേപ്പ് നോക്കണം. അപ്പൊ ഇവിടെ വെച്ചോക്കി ഇവിടെ തേപ്പനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലത്ത് തേപ്പുള്ള ചുമരുമെന്നാണ് നൂല് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വെച്ച കട്ടക്ക് നമ്മൾ തേപ്പ് വേണം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാണ്ട്. എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതിന്റെ നേരെ മുകളിലത്തെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ എത്തുമ്പോ ഇതിന് നേരെ തൂക്കി കൊണ്ടാൻ പാടില്ല. ഇവിടെ എത്തുമ്പോൾ ചിലപ്പോ എന്ത് ചെയ്യും, ചുമര് പുറത്തേക്ക് വരും. അപ്പൊ എന്താ ചെയ്യാ, ഇവിടെ തൂക്കി നോക്കട്ടെ, എന്താ പാടോക്കട്ടെ, കിട്ടില്ല നോക്കണല്ലോ. ഇതാ ഇവിടെ കറക്റ്റ് ആവുമ്പോ കറക്റ്റ് ആട്ടോ. ഇവിടെ തേപ്പന കിട്ടും. ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇവിടെ തൂക്കി കൊണ്ടുപോകും. എന്നിട്ട് ഇത് ഈ ചുമര് മുട്ടിച്ച് ക്ലിയർ ചെയ്തതിനു ശേഷം ആണ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഈ കണകണ കെട്ടുന്ന ചുമരുണ്ടല്ലോ, ഇത് എത്രയാണോ നമുക്ക് ഇവിടെ നിന്ന് പാസേജ് വണ്ടിച്ചാല് ഈ ചുമര് ഫില്ലായിട്ട് ഇതുമെന്ന് വേണം 1 മീറ്ററോ 1.5 കറക്റ്റ് ഈ ചുമര് കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ എൽ ഷേപ്പിൽ ഈ ചുമരിന്റെ കഴിയും. എന്നാല് പടം ഈ സൈഡിക്കുള്ള ഭാഗം നമ്മൾ പറകോളം പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിന് പഴയ പറകോളം നെറ്റോട് ഊരിച്ചിക്കണല്ല. അപ്പൊ നിങ്ങളെ ഐഡിയ എന്തെങ്കിലും എന്താ വേണ്ടി വെച്ചിക്കുകയാണെങ്കിൽ ഈ ചുമരിന്റെ മൂലയിൽ ഒറ്റക്കല്ല് വെച്ചതിന് ശേഷം ഈ നെറ്റ് വെക്കുക. പിന്നെ കല്ല് നെറ്റ് ആ ലെവലിൽ പോയിട്ട് ബാക്കി വരുന്ന ഏരിയയുടെ മുട്ടിക്കണല്ലേ. അതല്ല നിങ്ങളെ പ്ലാനിങ്? ഓക്കെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്റെ അഭിപ്രായത്തില് പറകോളം നമ്മൾ പഠിച്ചുതരാം. പക്ഷെ ഈ നെറ്റ് ഇതിന്റെ കൂടെ വെക്കണത് കുറച്ച് പണി ടൈമിങ് പോവും. കണ്ടോ, ഇത് വെക്കുമ്പോ ഇതിന്റെ സീലിംഗിൽ കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും, കുറച്ച് ലൂസാക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ല എന്താണെന്നറിയോ, നമ്മളിപ്പോ പറകോളന്റെ ഗ്യാപ്പ്, ഇതിന്റെ ഈ നെറ്റിന്റെ ഗ്യാപ്പ് എത്ര നോക്കുക, അതിലൊരു സെന്റിമ്പാടെ കൂട്ടിക്കാണ്ട് പറകോള ഗ്യാപ്പ് ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ ഇട്ടൊക്കെ ആണെങ്കിൽ എന്താണ് നമുക്ക് തേപ്പിന്റെ സമയത്ത് വെക്കുമ്പോഴേക്കും ഏറ്റവും നന്നാവുക. ഇത് നേരെ ഇങ്ങോട്ട് വെച്ചുകാണ്ട് അണ്ട് അടിച്ചു കഴിഞ്ഞാല് സംഭവം കറക്റ്റ് ദമ്മു. ചുമരുമലേ ഫുള്ളുണ്ടല്ലോ ഗ്രൈൻഡർ കൊണ്ട് വരട്ടെന്ന് മാത്രല്ല, നല്ല ഗ്രൗണ്ടിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ചാലൊക്കെ നനച്ച് തേക്ക്. ഇടക്കിനി കൈമ ചളിപിളി ആയാലും താങ്കളെ വർക്ക് സെറ്റ് ആവണം. കണ്ടകിനി താഴത്തേക്ക് മോൾക്ക് കൈ പൊട്ടിയാലും പണി പെർഫെക്റ്റാ. കിട്ടൂലേ? കിട്ടും. എന്നാ അവിടെ തൂക്കട്ടെ. തൂക്കിക്കോ. സെറ്റ് മച്ചാമാര്, നമ്മളെ പരിപാടി ഇന്ന് തീർക്കാൻ വിചാരിച്ച തീർന്നില്ല കേട്ടോ. പറകോളം ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ ഇവിടെയൊക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഈ വാതിൽ ഇട്ട് വെക്കണം, ഈ ഫ്രണ്ടിലെ വാള് കൊടുക്കണം. അതേപോലെ പെയിന്റിന് പുതിയൊരു ആഗ്രഹം എന്താ വെച്ചാൽ ചുമരിനെ മടി ചേർത്തുകൊണ്ട് ഒരു ഷോൾ വെക്കണം എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ബാക്കി നാളെ ചെയ്യുള്ളൂ. ഇന്ന് സമയം ഒരുപാട് ലേറ്റ് ആയി. കാരണം പൊളിയിൽ നമ്മൾ കുറച്ച് കുടുങ്ങിപ്പോയി. ഇവിടെയ്യാ 5:45. പിന്നെ പണി തീരുമ്പം നമുക്ക് വന്ന ചായ ഒക്കെയാണ് 2 തരം പോണ്ടേ. ഒന്ന് കോഴിക്കോടത്തും ഒന്ന് വേപ്പൂരത്താണ്. നല്ല സൂപ്പർ പൊടിക്കട്ടനും പൊള്ളിക്കും നാളെ.